ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് സാറ്റർഡേ ആണ്. 1 കിലോ പോത്തിറച്ചി മേടിച്ചിട്ടാണ്. കുറേ നാൾ കൂടി ഇത്തിരി പോത്തിറച്ചി മേടിച്ച് 1/2 കിലോ കൂർക്കയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പോത്തിറച്ചിയും കൂർക്കയും കൂടി ഒരു കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ പോത്തിറച്ചി ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തിച്ചതച്ച് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. അപ്പോൾ നമുക്കിനി അത് റെഡിയാക്കാം, കറി റെഡിയാക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. വായു. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ആദ്യമേ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഓട് കാച്ചണം എന്ന് പറയും, ഓട് കാച്ചി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇവിടെ പൊടിച്ച കുരുമുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര എടുത്തേക്കണം. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പണ്ടൊക്കെ ഇതിനെ ഓട് കാച്ചണം എന്നാണ് പറയണത്. അങ്ങനെ വെക്കുമ്പോൾ ആ പൊടികളുടെയൊക്കെ ആ പച്ചച്ചുവ മാറും, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. തീ കൂട്ടിയിടണ്ട, തീ കുറച്ച് തന്നെ ഇട്ട് ചൂടാക്കിയെടുത്താൽ മതി. ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ പൊടികളൊക്കെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കണം. പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അമ്മമാരൊക്കെ. പിന്നെ ഓട് കാച്ചണം എന്നാണ് പറയണത്. കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും. പൊടി മൂത്ത് കഴിയുമ്പോൾ ഒരു മണം വരും. പൊടി മൂത്തിട്ടുണ്ട്, ഓഫാക്കാം. ഓക്കെ, നമ്മൾ ഇറച്ചിക്കറി റെഡിയാക്കുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ചതച്ചതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചിട്ടാണ് ഇറച്ചി വേവിച്ചിരിക്കുന്നത്. ഈ താളിക്കുമ്പോൾ കൂടി നമുക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം, കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഒപ്പം തന്നെ ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവെള്ള മുളകാണിത്. ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ചിട്ട് വേവിച്ചതാണ് ഇറച്ചി. ഉപ്പും കൂടി പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം വേവിച്ച ഇറച്ചിയാണ്. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. പൊടികളെല്ലാം ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചതിൽ കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി വേവിച്ചിട്ടിരിക്കുന്നത് കൊടുക്കാം. അപ്പോൾ ഇറച്ചി വേവിച്ചിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി എല്ലാം കുത്തിച്ചതച്ച് വേവിച്ച ഇറച്ചിയാണ്. ഉപ്പും കൂടി പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെഡിയാക്കിയ ഇറച്ചിയാണ്, ഉപ്പിൽ വെന്ത ഇറച്ചിയാണ്. അപ്പോൾ വേറെ പൊടികളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക്
കൂർക്കയിട്ടാണ് നമ്മൾ ഇറച്ചി വെക്കുന്നത്. അപ്പോൾ 1/2 കിലോ കൂർക്കയാണ്, 1 കിലോ ഇറച്ചിയും 1/2 കിലോ കൂർക്കയുമാണ്. കൂർക്ക നന്നായിട്ട് കഴുകി നീറ്റാക്കിയതാണ്. അപ്പോൾ വലുതൊക്കെ ഞാൻ 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കൂർക്ക അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറച്ചി ഒരു 90% വെന്തക്കണത്. 10% ഇറച്ചി വേകേണ്ടത് കൂർക്കയും ഈ ഇറച്ചിയും കൂടി കിടന്നാണ്. ഇതൊന്ന് വേകട്ടെ. നമുക്ക് കറി നോക്കാം കേട്ടോ. ഞാൻ കൂർക്കയിട്ടിട്ട് വേണ്ട 20 മിനിറ്റോളം ഇതിൽ കിടന്ന് ചെറുതീയിൽ കിടന്ന് വെന്തു. കറിയൊക്കെ വെന്ത് റെഡിയായി. നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയായി. നെയ്യൊക്കെ തിരിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക കുത്തിച്ചതച്ചതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൂട്ടാം. അങ്ങനെ നമ്മുടെ പോത്തിറച്ചിയും കൂർക്കയും കൂടി വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.